അതെ ഒരു ചോദ്യം നോക്കിയേ. This is the man that was നിൽക്കുന്നത്. അതായത് this is the man that was നിൽക്കുന്നത് അല്ല വാക്ക് നിൽക്കുന്നത്. ഈ ചോദ്യത്തിൽ എങ്ങനെയാണ് നമ്മൾ ഉത്തരം ചെയ്യേണ്ടത്? മക്കളെ ആദ്യം ഇത് റിലേറ്റീവ് പ്രോനൗൺ എന്ന് പറയുന്ന ഒരു ടോപ്പിക് ഉണ്ട്. അതിൽ നിന്ന് ചോദിച്ച ഒരു ക്വസ്റ്റ്യനാണ് 2015 LD ക്ലർക്കിൻ്റെ ഒരു ബിൽ കളക്ടർ എന്ന് പറയുന്ന ഒരു പരീക്ഷയുടെ ക്വസ്റ്റ്യനാണ്. This is the man that was നിൽക്കുന്നത്. ഓപ്ഷൻ ഹോം, ഹൂ, ഹൂത്ത്, വിറ്റ്. എന്നാൽ ഇതെങ്ങനെയാണ് ചെയ്യുന്നത്? ഇത് ചെയ്യാൻ ഒരു എളുപ്പ വഴിയുണ്ട്. അതെ, This is the man എന്നൊരു വരയുണ്ട്, അതായത് ദാറ്റ്. ഈ ദാറ്റിന് ശേഷം ഈ ദാറ്റിന് ശേഷം തന്നെ പാർട്ടീവ് പോയിട്ട് വരണം. അല്ലെ പാർട്ടീവ് ഫോമാണോ എന്ന് നോക്കണം ആദ്യം. ഈ പാർട്ടീവ് ഫോം എന്ന് പറയുന്നത് എന്തുവാ? സ്വാഭാവികമായിട്ട് ആദ്യം ഒബ്ജക്റ്റ് വരും, പിന്നെ എന്തോ വരും? ഒബ്ജക്റ്റ് കഴിഞ്ഞ് ആക്സിലറി വെർബ് വരും, പിന്നെ വെർബിൻ്റെ മൂന്നാമത്തെ രൂപം വരും. അപ്പോൾ ആദ്യം ഈ പാർട്ടി പോയി ആണോ എന്ന് എങ്ങനെ മനസ്സിലാവും? ഒബ്ജക്റ്റ് വരും, പിന്നെ ആക്സിലറി വെർബ് വരും, പിന്നെ V3 എന്ന ഫോം ഉണ്ടാവും. ഈ ചോദ്യം ഒന്ന് നോക്കിയേ. This is the man. ഓക്കെ, അത് സബ്ജക്റ്റ്. ഓക്കെ, അത് വിട്ടേക്ക്. ദാറ്റിന് ശേഷം പോക്കറ്റ് എന്ന് പറയുന്ന സാധനം ഒബ്ജക്റ്റാണ്. വാക്ക് ഓക്സിലറി വെർബുണ്ട്. പിറ്റത് എന്ന് പറയുന്നത് V3. ഇത് വരുമ്പോഴേ അറിയാമല്ലോ, പിറ്റതെന്ന് പറയുന്നത് V3 ആണ്. ഇപ്പോൾ ഒരു കാര്യം നമുക്ക് മനസ്സിലായി, ദാറ്റിന് ശേഷം പാർട്ടീവ് ഫോമാണ്. എന്നാൽ ഇങ്ങനൊരു ചോദ്യം വരുമ്പോൾ റിലേറ്റീവ് പ്രോനൗൺ എന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യനകത്തൊരു ചോദ്യം വന്നാൽ ദാറ്റിന് ശേഷം പാർട്ടീവ് ഫോമാണെങ്കിൽ അവിടെ ഉപയോഗിക്കേണ്ട റിലേറ്റീവ് പ്രോനൗൺ ഏതാ? തന്നെ ഹൂത്താണ് കേട്ടോ. അപ്പം ഇതിൻ്റെ ആൻസർ എന്തുവാ? ഹൂത്ത്. ഓക്കെ, മനസ്സിലായല്ലോ. ദാറ്റിന് ശേഷമുള്ള ടെൻഡൻസ് പാർട്ടി പോയി ആണെങ്കിൽ വേറൊന്നും നോക്കണ്ട, ഹൂത്താണ്. ഒരൊറ്റ കാര്യം മാത്രം മനസ്സിലാക്കിയാൽ മതി. ഒരു മാർക്കിന് കിട്ടും. ദാറ്റ് വന്നു, അതിന് ശേഷം പാർട്ടി പോയിട്ട് വന്നു, മതി, ഹൂത്ത. ഇനി ഇതല്ലാതെ വേറൊരു ചോദ്യം വരും. അതായത് തന്നെ ചില രാജ്യങ്ങളുടെ പേര്. ഓക്കെ, അതേപോലെ നദികളുടെ പേര്. എന്നാൽ രാജ്യങ്ങളുടെ പേര്, നദികളുടെ പേരൊക്കെ വന്നാൽ എന്നിവയുടെ പേരിനൊപ്പം ഈ ഹൂത്താണ് ഉപയോഗിക്കേണ്ടത്. അത് വേറൊരു നിയമമാണ്. ഇതിൻ്റെ കൂടെ ഇതും കൂടെ പഠിച്ചു വെച്ചേക്കണം. ഒന്നാമത് ഞാൻ പറഞ്ഞത് ദാറ്റിന് ശേഷം പാർട്ടി പോയി അതിൻ്റെ ഹൂത്താണ്, ഹൂമല്ലേ, ഹൂത്താണ്. അതേപോലെ രാജ്യം, നദി എന്നിവയുടെ പേരിനൊപ്പം ഹൂത്ത്. അതെ, രാജ്യവും നദിയൊക്കെ വരുന്ന ഒരു ചോദ്യം ഞാനൊരു എക്സാമ്പിൾ ഒന്ന് പറയാം. അതെ, ഞാൻ നേരത്തെ പറഞ്ഞ ചോദ്യമാണ്. അതായത് രാജ്യം, അതേപോലെ നദിയുടെ പേര്. ഈ പേരിനൊപ്പം ഉപയോഗിക്കുന്നത്? ഹൂത്ത്. എന്താ ഉദാഹരണം? ഗംഗ നദിയാണ്. ഗംഗ is a river that water is considered holy by the Hindus. ബാക്കിയൊന്നും നമ്മൾ നോക്കണ്ട. ഗംഗ എന്ന് പറയുന്ന നദിയാണ്. അപ്പം ഗംഗ എന്ന് പറയുന്ന റിവർ, അതായത് നദിയാണ്. നദിയുടെ പേരല്ലേ, ആ പേരിനൊപ്പം ഉപയോഗിക്കുന്നത്? ഹൂത്ത്. എന്നോ ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ കാര്യം.